ഭുവനേശ്വർ കുമാർ അവസാനമായി ഇന്ത്യൻ ദേശീയ കുപ്പായം അണിഞ്ഞത് എപ്പോഴാണ് എന്നറിയാമോ? 2022 നവംബറിൽ. അതിനുശേഷം നീണ്ട 4 വർഷക്കാലം ദേശീയ ടീമിന്റെ പടിവാതിൽ കണ്ടിട്ടില്ല ഭുവി. മോശം പ്രകടനങ്ങളാണോ കാരണം? അല്ല. ഏറ്റവും ഒടുവിൽ അവസാനിച്ച IPL 19 എഡിഷന്റെ സ്റ്റാറ്റ്സുകൾ മാത്രം മതി ആ 36-കാരന്റെ ഉള്ളിൽ കെടാതെ ഒരു കണ്ണിൽ ഇപ്പോഴും എരിയുന്നുണ്ട് എന്ന് ബോധ്യമാകാൻ. ഫ്രാഞ്ചൈസി ലീഗും ഡൊമസ്റ്റിക് ക്രിക്കറ്റും ഒക്കെ ടീം സെലക്ഷന്റെ സുപ്രധാന മാനദണ്ഡങ്ങൾ ആകുമെന്നിരിക്കെ എന്തുകൊണ്ടാകും ഭുവിക്ക് ഇന്ത്യൻ ടീമിലേക്ക് പിന്നെ ഒരിക്കൽ പോലും വിളിയെത്താതിരുന്നത്? അടുത്ത വർഷം സൗത്ത് ആഫ്രിക്കയിലും സിംബാബ്വേയിലും നമീബിയയിലുമൊക്കെയായി ഏകദിന ലോകം അരങ്ങേറാനിരിക്കുകയാണ്. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ എന്ന് മാത്രമല്ല, ക്രിക്കറ്റിന്റെ മുഴുവൻ ഫോർമാറ്റുകളിലും ഇന്ത്യൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് വലിയ ക്രൈസുകൾ അഭിമുഖീകരിക്കുന്ന കാലത്ത് ഭുവിയെ തിരികെ വിളിക്കാനുള്ള ആവശ്യം പലരും ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുൻ ഇന്ത്യൻ താരം അശ്വിനാണ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വീണ്ടും തുടക്കമിട്ടത്. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നിരന്തരം കളിപ്പിച്ച് ഭുവിയെ അടുത്ത ലോകകപ്പിനായി ഒരുക്കണം എന്നാണ് അശ്വിൻ പ്രതികരിച്ചത്. 2 ദിവസങ്ങൾക്കകം ഭുവിയുടെ പ്രതികരണം എത്തി. ഞാൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ചയാളാണ്. പുതുതായി നേടിയെടുക്കേണ്ട ഒരു സ്ഥാനമാണത് എന്ന് കരുതുന്നില്ല. ഇനിയൊരു അവസരം കൂടി ലഭിക്കുകയാണെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ ഈ ഗ്രൗണ്ടിൽ തുടരുന്നത് ഈ കളിയോടുള്ള അടങ്ങാത്ത അഭിനിവേശം ഒന്നുകൊണ്ട് മാത്രമാണ്. ഡൊമസ്റ്റിക് ക്രിക്കറ്റിലും UP T20 ലീഗിലുമൊക്കെ ഞാൻ ഇപ്പോഴും കളിക്കുന്നുണ്ട്. കളിയിൽ സജീവമായി തുടരാൻ ആവശ്യമായ മത്സരങ്ങൾ കളിക്കുന്നതിനൊപ്പം ശരീരത്തിന് വേണ്ട റെസ്റ്റ് നൽകാനും ശ്രദ്ധിക്കാറുണ്ട്, ഭുവി പറഞ്ഞു നിർത്തി. എന്തുകൊണ്ടാണ് ദേശീയ ടീമിലേക്ക് വിളിയെത്താത്തത് എന്ന കാര്യം തന്നെ ആകുലപ്പെടുത്താറില്ലെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ഭുവി. ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താൻ കഴിയുമോ, എന്തുകൊണ്ട് സെലക്ട് ചെയ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ എവിടെയാണ് പിഴവ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഞാൻ വീട്ടിൽ ആരോടും ചർച്ച ചെയ്യാറില്ല. എന്നാൽ ടീമിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ ഞാൻ ഇപ്പോഴും അവിടെ ഉണ്ടാകേണ്ടതായിരുന്നില്ലേ എന്ന് സ്വാഭാവികമായും തോന്നാറുണ്ട്, ഭുവി പറഞ്ഞു. ഭുവിയുടെ ഈ ചിന്ത തന്നെയാണ് ആരാധകർക്കുമുള്ളത്. അയാൾ ആ സംഘത്തിൽ ഇപ്പോഴും ഉണ്ടാകേണ്ടതായിരുന്നില്ലേ എന്ന്. IPL 19 സീസണ് തിരശ്ശീല വീണിട്ട് മാസങ്ങൾ പിന്നിടുന്നേ ഉള്ളൂ. RCBയുടെ 2ാം കിരീട നേട്ടത്തിൽ നിർണായക റോൾ ഉണ്ടായിരുന്നു ഭുവനേശ്വർ കുമാറിന്. 16 മത്സരങ്ങളിൽ നിന്ന് 28 വിക്കറ്റുകളാണ് താരം പോക്കറ്റിലാക്കിയത്. ഒപ്പം 8-ൽ താഴെയായിരുന്നു ഭുവിയുടെ എക്കോണമി റേറ്റ് എന്നുകൂടി ആലോചിക്കണം. പവർ പ്ലേയിൽ ഹെയ്സൽവുഡും ഭുവിയും ചേർന്ന് വിതക്കുന്ന അപകടങ്ങൾ പലപ്പോഴും ബംഗളൂരുവിന്റെ വിജയങ്ങളിൽ നിർണായകമായി. കലാശപ്പോരിലും 2 വിക്കറ്റ് പോക്കറ്റിലാക്കുന്നുണ്ട് ഭുവി. IPL-ൽ 200 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ പേസർ എന്ന നാഴികക്കല്ലിൽ ഭുവനേശ്വർ തൊട്ടത് കഴിഞ്ഞ IPL-ലായിരുന്നു. ടൂർണമെന്റ് ഹിസ്റ്ററിയിൽ 200 വിക്കറ്റിൽ തൊടുന്ന 2ാമത്തെ ബോളറാണ് താരം. IPL-ലെ എക്കാലത്തെയും മികച്ച വിക്കറ്റ് വേട്ടക്കാരിൽ 2ാമൻ. 21 ടെസ്റ്റുകളിലും 121 ഏകദിനങ്ങളിലും 87 T20കളിലും ഭുവനേശ്വർ ദേശീയ കുപ്പായം അണിഞ്ഞിട്ടുണ്ട്. ടെസ്റ്റിൽ 63 വിക്കറ്റുകൾ, ഏകദിനത്തിൽ 141, T20യിൽ 90 എന്നിങ്ങനെയാണ് രാജ്യത്തിനായി ഭുവിയുടെ വിക്കറ്റ് നേട്ടങ്ങൾ. 2022 T20 ലോകകപ്പിന് ശേഷമാണ് ഭുവനേശ്വർ ഇന്ത്യൻ ടീമിന്റെ പടിക്ക് പുറത്താകുന്നത്. അവസാനമായി കളിച്ചത് വിശ്വവേദിയിൽ ഇംഗ്ലണ്ടിനെതിരായ സെമി പോരാട്ടം. ഇന്ത്യ തോറ്റ ആ മത്സരത്തിൽ 2 ഓവറിൽ 25 റൺസ് വിട്ടു നൽകിയ ഭുവിക്ക് വിക്കറ്റുകളൊന്നും സ്വന്തമാക്കാനായില്ല. അതിനുശേഷം നാളിതുവരെ താരം ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞിട്ടില്ല. അതേസമയം അത്ര പെട്ടെന്നൊന്നും കളമൊടിയാൻ ഒരുക്കമായിരുന്നില്ല ഭുവി. ഡൊമസ്റ്റിക് ക്രിക്കറ്റിലും IPL-ലും ഒക്കെയായി തന്റെ പ്രതിഭയെ അയാൾ വരഞ്ഞിട്ടുകൊണ്ടേയിരുന്നു. ഏറെക്കാലം ദേശീയ ടീമിന് പുറത്തായിട്ടും അയാൾ തന്നെ രാഗിമിനിക്ക് എടുത്തുകൊണ്ടേയിരുന്നു. കിങ് ഓഫ് സ്വിംഗ് എന്നാണ് ഭുവി മൈതാനങ്ങളിൽ അറിയപ്പെടുന്നത്. ന്യൂ ബോളിനെ ഇത്ര അസാധ്യമായി സ്വിംഗ് ചെയ്യിക്കാൻ ശേഷിയുള്ള ഒരു കളിക്കാരനെ സമീപകാലത്തൊന്നും ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ടിട്ടില്ല. അടുത്തിടെ ആകാശ് ചോപ്ര ഭുവനേശ്വറിനെ കുറിച്ച് പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: മണിക്കൂറിൽ 140 കിലോമീറ്റർ വേഗത്തിൽ പന്തെറിയുന്ന ബോളറൊന്നുമല്ല ഭുവി. സാധാരണയായി 130 മുതൽ 135 കിലോമീറ്റർ വരെയൊക്കെയാണ് അവൻ എറിയുന്ന ശരാശരി വേഗം. അയാളുടെ ഏറ്റവും വലിയ കരുത്ത് വേഗമല്ല, പന്തിനെ വായുവിൽ സ്വിംഗ് ചെയ്യിക്കാൻ കഴിയുന്നു എന്നതാണ്. ഇൻസ്വിങ്ങറുകളും ഔട്ട് സ്വിങ്ങറുകളും ഒക്കെ കൊണ്ട് അവൻ നിരന്തരം ബാറ്റർമാരെ കുഴക്കുന്നതിന് നമ്മൾ ഇപ്പോഴും സാക്ഷിയാകാറുണ്ട്. അയാൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് തന്നെയാകും പന്തിന്റെ സഞ്ചാരം. പിച്ച് എത്ര ഫ്ലാറ്റ് ആയാലും ബാറ്റിങ്ങിന് എത്ര അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായാലും ഭുവിക്ക് വായുവിൽ സ്വിംഗ് കണ്ടെത്താൻ കഴിയും. ഇത്ര പ്രതിഭയുള്ള ബോളർമാർ നമുക്കിടയിൽ വിരളമായിരിക്കും, ചോപ്ര പറയുന്നു. ഒരു വശത്ത് ജസ്പ്രീത് ബുംറയെ വല്ലാതെ ആശ്രയിക്കേണ്ടി വരുന്നു എന്ന് പരിദേവനം പറയുക, മറുവശത്ത് അനുഭവ സമ്പത്തേറെയുള്ള മികച്ച പ്രതിഭകളെ പുറത്തിരുത്തുക. ഇതിനിയും ആവർത്തിച്ചാൽ വലിയ ദുരന്തങ്ങളാണ് ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്നത് എന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ. ഭുവനേശ്വർ കുമാറും ജസ്പ്രീത് ബുംറയും ഒന്നിക്കുന്ന ഇന്ത്യൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. എതിരാളികൾക്ക് വലിയ അപകടം വിതക്കാൻ ശേഷിയുള്ള ഒരു ഡുവോ ആയി അത് ഈ മൈതാനങ്ങളിൽ ഉയർക്കൊള്ളും. കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ചാണ് ഇന്ത്യക്ക് കഴിഞ്ഞ ഏകദിന ലോകകപ്പ് നഷ്ടമാകുന്നത്.
സ്വന്തം മണ്ണിൽ വച്ചരങ്ങേറിയ ടൂർണമെന്റിൽ ഓസീസിനോടാണ് ഇന്ത്യ കലാശപ്പോരിൽ പരാജയം ഏറ്റുവാങ്ങിയത്. അതിനുശേഷം 2 T20 ലോക കിരീടങ്ങൾ ഷെൽഫിലെത്തിച്ചു. 2011 മഹേന്ദ്ര സിംഗ് ധോണിയുടെ ക്യാപ്റ്റൻസിയിലാണ് ഇന്ത്യ അവസാനമായി ഒരു ഏകദിന ലോകകപ്പ് കിരീടം അണിഞ്ഞത്. അതും ഇന്ത്യൻ മണ്ണിൽ വെച്ചായിരുന്നു. അതേസമയം സമീപകാലത്ത് വിദേശ കണ്ടീഷനുകളോട് അഡാപ്റ്റ് ആകാൻ ഇന്ത്യൻ താരങ്ങൾ വല്ലാതെ പണിപ്പെടുന്നത് കാണുന്നുണ്ട്. ടെസ്റ്റ് ഫോർമാറ്റിൽ സ്വന്തം മണ്ണിലും രക്ഷയില്ല. ഭുവനേശ്വർ കുമാറിനെ തിരികെ വിളിച്ചാൽ ഇന്ത്യൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മികച്ചൊരു ആഡിംഗ് ആയി മാറും അത്. ഒപ്പം ഏകദിനത്തിൽ അധികം അവസരങ്ങൾ ലഭിക്കാത്ത മുഹമ്മദ് സിറാജിനെ പോലുള്ള ബോളർമാർക്കും ഈ ഫോർമാറ്റിൽ നിരന്തരം അവസരങ്ങൾ നൽകണം എന്ന് വാദിക്കുന്നവരുമുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് മുഹമ്മദ് ഷമിയുടെ പേരും എടുത്തു പറയുന്നത് പലരും. ഏകദിനത്തിൽ 2 ലോകകപ്പ് കളിച്ച അനുഭവ സമ്പത്തുണ്ട് ഭുവനേശ്വറിന്. 2015-ലും 2019-ലും ഭുവി ടീമിലുണ്ടായിരുന്നു. ഒപ്പം 100-ലേറെ ഏകദിന മത്സരങ്ങളിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞിട്ടുമുണ്ട്. ആ എക്സ്പീരിയൻസ് വിശ്വവേദിയിൽ ഇന്ത്യക്ക് ഏറെ മുതൽക്കൂട്ടാകും. ലോകകപ്പിന് 1 വർഷം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്നിരിക്കെ യുവ ബോളർമാരുമായി പരീക്ഷണങ്ങൾ തുടരുകയാണ് ഇന്ത്യ. T20 ലോകകപ്പിന് ശേഷം വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ 2 പരമ്പരകൾ ടീം തോറ്റുകഴിഞ്ഞു. അതിലൊന്ന് താരതമ്യേന ദുർബലരായ അയർലൻഡിനെതിരെയാണ് എന്നോർക്കണം. സോ ഇനിയും പരീക്ഷണങ്ങൾക്ക് മുതിരാനാണ് തീരുമാനമെങ്കിൽ വലിയ ദുരന്തങ്ങളെ നേരിടേണ്ടി വരും. ഗംഭീറും അഗാർക്കറും കണ്ണു തുറക്കുമോ? അറിയില്ല.